നമസ്കാരം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ കോളനിയുടെ അവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കോളനി ഞാൻ പിരിച്ചിട്ട് ഒരു സെല്ല് ഞാൻ കൊടുത്തതാണ്. പിരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമാവാനായി. അപ്പോൾ സെല്ല് കൊടുത്ത് സെല്ല് വിരിയും റാണി വിരിഞ്ഞൊക്കെ കണ്ടത് ചെയ്തതാണ്. പിന്നെ റാണി മീറ്റിങ്ങിന് പോയപ്പോൾ റാണി എങ്ങനെയോ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കോളനിയിൽ റാണി ഇല്ല. അപ്പോൾ റാണി ഇല്ലാണ്ട് ഈ കൂട്ടിൽ വേലക്കാരീച്ചകൾ ഒക്കെ മുട്ടട്ടു. അപ്പോൾ ഈ കോളനി തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വേലക്കാരീച്ചൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഓരോ ഹോളിലും പലതരത്തിലും ഒരു 3, 4, 5 മുട്ടകൾ ഓരോ ഹോളിൽ ഇട്ടിട്ടുണ്ട്. അതായത് റാണി ഇല്ലാത്തത് കാരണം ഒരു 4 ആഴ്ചൻ്റെ അപ്പുറമായി തോന്നുന്നു, 3 ആഴ്ചൻ്റെ അപ്പുറം കഴിഞ്ഞപ്പോൾ ഈ വേലക്കാരീച്ചകൾ ഓരോ ഹോളിലും മുട്ടടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കോളനി ഇനി രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ ഈ റബ്ബറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞിക്കണ് പലതും. അപ്പോൾ ഇനി ഈ റാണിനെ പുതിയത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ കോളനി വേറൊരു കോളനിയായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതാണ് ഏറ്റവും എനിക്ക് ഉചിതമായിട്ടുള്ള കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സീസൺ അടുത്തു. അപ്പോൾ ഇനിയൊരു റാണിയെ സെല്ലൊക്കെ ഇട്ട് പുതിയ കട വിട്ട് കുറേ ഈച്ചകളെയും കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് നല്ലത് ഈ കോളനി വേറൊരു കോളനിയായിട്ട് മിക്സ് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ കോളനി എന്തായാലും തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കോളനി തുറക്കുകയാണേ. കണ്ടോ, ഞാനിപ്പോൾ ഈ കോളനി 3 ഫ്രെയിമിൽ വെച്ച് പിരിച്ചാണ്. അപ്പോൾ പിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിരിച്ച് കഴിഞ്ഞ് നമ്മൾ സെല്ല് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് റാണി വിരിഞ്ഞ് മുട്ടടണ വരെ നമ്മൾ ഈ കോളനിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. കാരണം വേലക്കാരീച്ചകൾ മുട്ട തുടങ്ങും. അപ്പോൾ കൃത്യമായിട്ട് മോണിറ്ററിങ് നടന്നില്ലെങ്കിൽ ഈ സംഭവം ഈ കോളനി ആകെ നശിക്കും. അങ്ങനെ ഒരു കോളനിയാണിത്. ഞാൻ ഈ അടെടുക്കുകയാണ്. ഈച്ചകളൊക്കെ കുറവാണ്. കണ്ടോ, നോക്കിയേ. അപ്പോൾ ഈ വേലക്കാരീച്ചൻ്റെ കളറ് കണ്ടാവും, നല്ല ഡാർക്കായി കളറ്. ഇതിൻ്റെ ഉദരഭാഗം നോക്കിയേ, നല്ല ഡാർക്കായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓരോ ഹോളും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഹോളും എല്ലാ ഹോളിലുണ്ട് 10, 15 മുട്ടകൾ ഈ വേലക്കാരീച്ചകൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ വെറുതെ സെല്ല് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, അതിനെ മോണിറ്റർ ചെയ്യണം. അപ്പോൾ കണ്ട കുറേ റാണി സെല്ല് ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കുമ്പോഴും 10, 15 മുട്ടകളുണ്ട്. ഞാൻ ഈ സെല്ലുകൾ എന്തായാലും ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. കാരണം ഞാൻ വേറെ കോളനിയായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ഈ കോളനി. എന്തായാലും ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. ഇത് കണ്ട ഈ ഭാഗത്തൊക്കെ നോക്കിയേ, നിറച്ച് മുട്ട ഇട്ട് വെച്ചേക്കാണ്. പിന്നെ ഒരു രക്ഷയില്ല ഈ കോളനി രക്ഷപ്പെടുത്തി എടുക്കാൻ. കണ്ടോ, ഈ കോളനിയിലും ഓരോ ഹോളിലും കുറേ ഈച്ചകൾ മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വേലക്കാരി ഈച്ചകൾ മുട്ടട്ട കൂടുന്ന് പറയുന്നത്. ഒരു ഹോളിൽ തന്നെ 10, 15 മുട്ടകൾ ഒരുമിച്ചിടും. ഇനി ഇപ്പുറം നോക്കാം. ഇവിടൊക്കെ ഈ ഹോളൊക്കെ നോക്കിയൊക്കെ ഒക്കെ മുട്ടട്ട് വെച്ചേക്കാണ്. ആകെ ഈ കോളനി ശരിക്കും പറഞ്ഞാൽ 4 ഫ്രെയിമും ഇരിക്കാനുള്ള ഈച്ചകളുണ്ടായിരുന്നു ഈ കോളനിയിൽ. അപ്പോൾ നോക്കിയേ, സ്ട്രെങ്ത് കുറഞ്ഞ് 2 ഫ്രെയിം പോലും ഇരിക്കാനുള്ള ഈച്ചകളില്ല. സെല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ട ഇവിടെയൊക്കെ കണ്ട ഓരോ ഹോളിലും പലതരത്തിലുള്ള ഒരു 10, 15 മുട്ടകളൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. മിക്സ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഞാൻ ഈ കോളനിക്കാണ് ആ കോളനി മിക്സ് ആക്കാൻ പോകുന്നത്. ഇത് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈച്ചകൾ ഇനി ഇപ്പം സന്ധ്യയായി തുടങ്ങി. അപ്പോൾ ഈച്ചകളൊക്കെ ഈ കോളനിയിൽ കയറാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ തൊട്ടടുത്ത് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. എന്തായാലും കോളനി തുറക്കാണ്. ഇത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇത് എന്തായാലും ഫ്രെയിം എടുക്കണില്ല. കാരണം ഈച്ചകളൊക്കെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ 3 ഫ്രെയിമിലിട്ട് പിരിച്ച കോളനിയാണിത്. 4ാമത്തെ അട കെട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ എന്തായാലും മറ്റേ കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്നുള്ളത് കാണാം. ആദ്യം തന്നെ ഈ കോളനി ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുക്കുകയാണ്. ഈ സ്ഥലത്തു നിന്നേ ഞാൻ ഈ കോളനി എടുത്തു. എന്നിട്ട് ഈ കോളനി ഇവിടെ വെച്ചു. ഇവിടെ മിക്സ് ചെയ്യാൻ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മളെ കയ്യിൽ സ്മോക്കർ വേണം. ഇതേപോലത്തെ ഒരു നല്ല പുകയുള്ളൊരു സ്മോക്കർ, അതല്ലെങ്കിൽ പൗഡർ ഞാൻ അധികം യൂസ് ചെയ്യില്ല. കൊണ്ടുകൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് സ്മോക്കർ തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോളനി സ്മോക്ക് ചെയ്യാൻ പോവാണ്. അത് അവരുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ്. 2 കോളനിക്ക് ഇപ്പോൾ 2 സ്മെല്ലാണ്. ഒരു കോളനിയിൽ റാണി ഇല്ല, മറ്റേ കോളനിയിൽ റാണി ഉണ്ട്.
അപ്പോൾ 2 കോളനിയിലും ആ സ്മെല്ല് ഒന്നാവാൻ വേണ്ടിയിട്ടാണ് സ്മോക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് സ്മോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്മെല്ല് ഈച്ചകൾ തമ്മിൽ കടിപിടി കൂടാനുള്ള ഒരു ചാൻസ് അവിടെ ഇല്ലാണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോക്ക് ചെയ്യുന്നത്. ഇത് റാണില്ലാത്തൊരു കോളനിയാണ്. അപ്പോൾ റാണില്ലാത്ത കോളനിക്ക് സ്മോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. റാണിയുള്ള ഈ കോളനിക്കും സ്മോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മതി. ഇനിയിപ്പോൾ കഴിയുമ്പോൾ നോക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മുകൾ ഭാഗത്ത് വെച്ച് ഈ ബ്രൂഡ് ചാമ്പറിൽ റാണില്ലാത്ത ഈ കോളനി ഈച്ചകൾ ഈ കോളനിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കടിപിടി കൂടാനുള്ള ചാൻസൊക്കെ പരമാവധി കുറയും. അപ്പോൾ ഇങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്. വേറൊരു കോളനിയിൽ നിന്നും ഈ കോളനിക്ക് ഈച്ചകളെ കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്മോക്കർ ഉപയോഗിച്ച് നന്നായിട്ട് സ്മോക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റായിട്ട് വെക്കുമ്പോൾ ഈച്ചകൾ കടിപിടി കൂടാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്, അത് ഒഴിവാക്കണം. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ അവിടെ വെച്ച സ്ഥലത്ത് ഇപ്പോൾ ഈച്ചകൾ ചെറുതായിട്ട് വട്ടം കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാൻഡ് ഇവിടുന്ന് അങ്ങോട്ട് പറിച്ചളയാം. ഈ സ്റ്റാൻഡ് പറിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈച്ചകൾ ഇവിടെ വട്ടം കൂടി തൂങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈച്ചകൾ ഓട്ടോമാറ്റിക് ആ കൂട്ടിക്ക് തന്നെ കയറിക്കോളും. ഇങ്ങനെയാണ് നമ്മൾ കോളനി മിക്സ് ചെയ്യേണ്ടത്. 2 കൂട് ഒന്നാക്കണമെങ്കിൽ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2 കൂട് ഒന്നാക്കുമ്പോൾ ഒരു കോളനിയിൽ മാത്രമേ റാണി ഉണ്ടാവാൻ പാടുള്ളൂ. 2 കൂട്ടിൽ റാണി ഉണ്ടെങ്കിൽ അവിടെ ഫൈറ്റ് നടന്ന് റാണിയും എല്ലാം കോളനി മുഴുവനെ കൊളാപ്സായി പോകും. അപ്പോൾ ഇങ്ങനെയാണ് 2 കോളനി ഒന്നാക്കേണ്ട രീതി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയിൽ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.